മുൻകൂട്ടി നമ്മൾ അറിയിക്കുമോ ഇന്ന ദിവസം വരുമെന്നൊക്കെ? അങ്ങനെയുണ്ടോ? അങ്ങനെ അറിയിക്കും, എല്ലായിടത്തും അങ്ങനെ അറിയിക്കും ഗ്രൂപ്പിലേക്ക്. ഞാൻ പക്ഷേ ഈ വണ്ടിയുള്ള കാരണം പോണ ഈ വീട്ടിൽ എപ്പോഴും ആളുള്ളതെന്ന് ആ സമയത്ത് വരാൻ എനിക്ക് സാധിക്കും. ചില ആൾക്കാർ ജോലിക്ക് പോണവര് 6 മണി കഴിഞ്ഞൊക്കെയല്ലേ വന്നെ, ആ സമയത്ത് എനിക്ക് വരാൻ സാധിക്കണ കാരണം അങ്ങനെ അറിയിക്കാറില്ല. അങ്ങനെ വന്ന സമയം അവർക്ക് അറിയാം. ഒരു എത്ര മാസം കൂടുമ്പോഴാണ് ഒരു വീട്ടിലെ ഓരോ മാസത്തിലും വരും? എല്ലാ മാസവും. ഇവിടെ ഒരു 3-ാം തീയതി 4-ാം തീയതി 10-ാം തീയതി നമുക്ക് തീർക്കണം, 4-ാം തീയതി ഇവിടെ വരും. അന്നേരം വന്ന് കളക്ട് ചെയ്യുമ്പോ എത്ര രൂപയാ ചാർജ് ചെയ്യുന്നത്? 50 രൂപ. വീട് 50, സ്ഥാപനങ്ങള് അതെ, സ്ഥാപനങ്ങള് 100 രൂപ. അതിപ്പോ എടുത്തിട്ട് ഒരു 2 മാസം ആയിട്ടു. തിരിയേണ്ട കേസെന്ന് പറഞ്ഞേ. ഷിമ്മി കവർ വെച്ചിട്ട് ആ ഷിമ്മി കവറിലേക്ക് ഷിമ്മി കവർ, എണ്ണ, പാല്, ഇത് അതുപോലെ നൈസ്. ഷിമ്മി കവർ ഏത് കളറുള്ളതാണേലും ഷിമ്മി കവർ അല്ല, അതുപോലെ തന്നെ ഈ ഷിമ്മി കവർ പിടിക്കുമ്പോൾ നമുക്കറിയാം ഒരു നൈസ് ഇതില്ലേ, അങ്ങനെയുള്ളതെല്ലാം ആ കൂടെ വെക്കാം. പിന്നെ കളറുള്ള ബേക്കറി സാധനത്തിന്റെ കവറ്, പൊടികളും ബിസ്ക്കറ്റിന്റെ കവർ, അങ്ങനെയുള്ള കളറെല്ലാം ഒരു ഇതിലേക്ക് വെക്കാം. പിന്നെ ഈ കേക്കിന്റെ അകത്ത് വെക്കുന്ന കേക്കും ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ അകത്ത് ഒരു കട്ടിയുള്ളൊരു ഇതിരിക്കില്ലേ, അത് വേറെ വെക്കണം. അത് വേറെ വെക്കണം, പ്ലാസ്റ്റിക് വേറെ. അങ്ങനെ തിരിഞ്ഞു വെക്കുകയാണെങ്കിൽ വന്ന ആൾക്കാർക്ക്. പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയോ? പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക്കിന്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതും രണ്ടായിട്ട് വെക്കണം. അതെയോ? പിന്നെ ഇത് ഇങ്ങനെ തിരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ എളുപ്പമുണ്ട്. പിന്നെ നനവും അഴുക്കും പാടില്ല, അത് ഒട്ടും പാടില്ല. ഇപ്പം നിങ്ങൾ തിരിഞ്ഞ് വെച്ചില്ലേ പോലും അഴുക്കും നനവും പാടില്ല. കാരണം വെച്ചാൽ ഇത് പൊടിക്കാനുള്ള, അപ്പം മിഷ്യത്തിലേക്ക് ഇടുമ്പോൾ ആ മിഷ്യത്തിൽ കുഴഞ്ഞു കിട്ടും. നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് അവർ ശരിക്കും അത് നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി അവിടെ ഇറക്കി പിന്നെ അവർ നോക്കും. എൻ്റെ ഇതുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ല, ഫോട്ടോ ഉണ്ട് അത് നമ്മൾ പഞ്ചായത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വാർഡിന്റെ ഇച്ചിരി ഇതൊന്നും മോശം കണ്ടു കഴിഞ്ഞാൽ എത്ര കേടുണ്ടോ അതെല്ലാം ആ അത്ര തലയ്ക്ക് അങ്ങനെ. ഒരേ പണി പഠിപ്പിക്കുക. ഓ, ഇങ്ങനെ ഒരു QR കോഡ് ഉണ്ടല്ലേ? ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ വീട്ടിലെ വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും. വിവരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് വിവരങ്ങളൊക്കെയാണ് കിട്ടുക? വീട്ടുപേരെ, അഡ്രസ്സോ, ഫോൺ നമ്പർ, ലൊക്കേഷൻ വരെ ഉണ്ട്. വലിച്ചെറിയല്ലേ, കുഴിച്ചുമൂടല്ലേ, പ്ലാസ്റ്റിക് കത്തിച്ചിടല്ലേ, വീടുതോറും ഞങ്ങൾ വരുന്നേ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി. 50 രൂപയിൽ നിങ്ങൾ വിഷമിക്കല്ലേ, 50,000 പോയാലും രോഗങ്ങൾ മാറുകില്ല. വലിച്ചെറിയല്ലേ, മാലിന്യമല്ലേ, നാടിനു ഭീഷണിയല്ലേ, നാടിനെ സംരക്ഷിക്കാനായിട്ടൊത്തൊരുമിച്ചു ശ്രമിക്കാം. വലിച്ചെറിയല്ലേ, കുഴിച്ചുമൂടല്ലേ, പ്ലാസ്റ്റിക് കത്തിച്ചിടല്ലേ, വീടുതോറും ഞങ്ങൾ വരുന്നേ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി. 50 രൂപയിൽ നിങ്ങൾ വിഷമിക്കല്ലേ, 50,000 പോയാലും രോഗങ്ങൾ മാറുകില്ല. വലിച്ചെറിയല്ലേ, മാലിന്യമല്ലേ, നാടിനു ഭീഷണിയല്ലേ, നാടിനെ സംരക്ഷിക്കാനായിട്ടൊത്തൊരുമിച്ചു ശ്രമിക്കാം.
വലിച്ചെറിയല്ലേ, കുഴിച്ചുമൂടല്ലേ, പ്ലാസ്റ്റിക് കത്തിച്ചിടല്ലേ. വീടുതോറും ഞങ്ങൾ വരുന്നേ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി. 50 രൂപയിൽ നിങ്ങൾ വിഷമിക്കല്ലേ. 50,000 പോയാലും രോഗങ്ങൾ മാറുകില്ല. വലിച്ചെറിയല്ലേ, മാലിന്യമല്ലേ, നാടിനു ഭീഷണിയല്ലേ. നാടിനെ സംരക്ഷിക്കാനായിട്ടൊത്തൊരുമിച്ചു ശ്രമിക്കാം.